അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് KSUവിന്റെ വലിയ പ്രതിഷേധം ഇപ്പോൾ നടക്കുകയാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ സമരത്തിന് KSU രംഗത്ത് വന്നിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങൾ കാണാം. എന്നാണ് ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പാവപ്പെട്ട പോലീസ് ഈ വിഷയം വഷളാക്കാൻ നിൽക്കണ്ട. ഞങ്ങൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡിനെ കാണാൻ വന്നതാണ്. ഞങ്ങൾക്കൊരു കാര്യം പറയാൻ പറഞ്ഞില്ല. മാതാപിതാ ഗുരു ദൈവം എന്നാണ്. പക്ഷെ ഇവിടെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെഡ് ഗുരുവിന്റെ റോളിൽ കാലിന്റെ പണിയെടുക്കുകയാണ്. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് മാറ്ററാണ്, ഒരു സംശയം വേണ്ട. കൃത്യമായി അച്ഛനും അമ്മയും ഈ നാട്ടിലെ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ജാതിയുടെ പേരും മതത്തിന്റെ പേരിലും തരംതിരിക്കുന്ന HOD റാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ നാറിയ റാമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നീ ആന്ധ്രക്കാരനായിരിക്കും, പക്ഷെ ഇത് കേരളമാണ്. നിന്നെ പോലെയുള്ള ഇത്ര രീതിയിലേക്കുള്ള വർഗീയ പരാമർശം നടത്തുന്ന ഒരു അധ്യാപകനും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും വായിക്കാൻ KSU വിടില്ല. ഇത് KSUവിന്റെ തീരുമാനം. KV ബൈജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ബൈജു, ഇന്നു മുതൽ ഈ പ്രതിഷേധങ്ങൾ നമ്മളവിടെ പ്രതീക്ഷിക്കണം. SFIയും സമാനമായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ എന്താണ് ഇന്ന് കോളേജിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും രഞ്ജിത്തെ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരാണ്. അവർ പറഞ്ഞ സമയത്തിനും നേരത്തെ ഓടിക്കയറി തള്ളിക്കയറി ഈ ഒരു ക്യാമ്പസിനകത്തേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് പോലും വളരെ ചെറിയ പോലീസ് മാത്രം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ പ്രവർത്തകരെല്ലാം KSU പ്രവർത്തകരെല്ലാം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് മണിക്കൂറുകളോളം ആ കോളേജിന് മുന്നിൽ ഇവർ പ്രതിഷേധം നടത്തി വലിയ തോതിൽ. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുഹമ്മദ് ഷമ്മാസ് ആണ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസിന്റെ നേതൃത്വത്തിലുള്ള 15ഓളം പേരടങ്ങുന്ന പ്രവർത്തകരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധവുമായി എത്തിയത്. മണിക്കൂറുകളോളം അവിടെ കുത്തിയിരുന്ന് ഈ പോലീസ് ബാരിക്കേഡൊക്കെ മറികടന്ന് തള്ളിക്കയറിയാണ് ഈ പ്രതിഷേധവുമായി എത്തിയത്. അവർ പറയുന്നത് പ്രധാനമായും ഇതാണ്: ഈ പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല, പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒപ്പം ഈ ഒരു പ്രിൻസിപ്പാളുമായി അവർക്ക് സംസാരിക്കണം എന്നൊരു ആവശ്യമായിരുന്നു അവർ ഉന്നയിച്ചത്. ഏതായാലും പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്താലും ഈ ഒരു സമരം ഒരിക്കലും അവർ നിർത്തില്ല. വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാവുമെന്നാണ് തന്നെയാണ് അവർ മുന്നറിയിപ്പ് നൽകുന്നത്. അതോടൊപ്പം അല്പസമയത്തിനകം SFIയുടെ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ എത്തും. അതോടൊപ്പം വിവിധ മഹിളാ സംഘടനകളുടെ പ്രതിഷേധവും ഇവിടെ എത്തും. SFI അല്പസമയത്തിനകം തന്നെ വലിയ പ്രതിഷേധമാണ് ഇവിടെ എത്താൻ പോകുന്നത്. ഏതായാലും KSU പ്രവർത്തകരെ ഇപ്പോൾ, അതായത് പോലീസ് ബാരിക്കാഡി മറികടന്ന് കോളേജിനകത്തേക്ക് കടന്ന മുഴുവൻ KSU പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് ബസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരെ ഇപ്പോൾ ഇവിടെ നിന്നും ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ബലം പ്രയോഗിച്ചാണ് ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഏതായാലും വലിയ പ്രതിഷേധം ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഏതായാലും വളരെ നിർണായകമായ ചില കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇതിൽ ചാറ്റ്, പ്രധാനമായും ഇതിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതിൽ കൃത്യമായി ആ വിവരം പോലീസിനെ ഈ ടീച്ചർ അറിയിച്ചതിനെ തുടർന്ന് ഇപ്പോൾ അതിൽ സൈബർ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇനി ഏറ്റവും പ്രധാനം ഈ റാം ഉൾപ്പെടെയുള്ള, നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്ത റാം ഉൾപ്പെടെയുള്ള, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഒരു KSU പ്രവർത്തകരെ പോലീസ് ഈ ക്യാമ്പസിനകത്ത് നിന്നും വാഹനത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനമായ KSU പ്രവർത്തകനെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് ബസ്സിലേക്ക് മാറ്റുന്നു. ബലം പ്രയോഗിച്ച് പോലീസിൽ നിന്നും കുതിരയോടാൻ അവർ ശ്രമിക്കുന്നത് നമുക്ക് ദൃശ്യം കാണാം. അവിടെ ബസ്സിന് തൊട്ട് താഴെ, ബസ്സിന് കയറാതെ നിലത്ത് കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം ഈ KSU പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ നേരിട്ട് അത് വ്യക്തമാണ്. അത്രത്തോളം വലിയ പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അതായത് ഈ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്നാണ് KSU പ്രധാനമായും ഉന്നയിക്കുന്നത്. അതോടൊപ്പം
ഈ കേസ് രജിസ്റ്റർ ചെയ്തതല്ലാതെ ഇവരെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇവർ ഇപ്പോൾ രണ്ടുപേരും, ഞാനിപ്പോൾ ജില്ലാ കമ്മീഷണറുമായി സംസാരിച്ചിരുന്നു. കമ്മീഷണർ പറഞ്ഞത് രണ്ടുപേരും ഒളിവിലെന്നാണ്. അതായത് ഡോക്ടർ എം കെ റാമും അതുപോലെ തന്നെ സംഗീതയും KT സംഗീതയും ഇപ്പോൾ ഒളിവിലാണെന്ന് നിതിൻ കുമാർ IPS അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു. ഇവരെ കണ്ടെത്തും, ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യും. ഒരുപക്ഷെ ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കാം. അത്തരം നീക്കങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായേക്കാം. ഏതായാലും പോലീസ് ഇവരെ പിടികൂടി ഇവരെ കൃത്യമായി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. 7 അംഗ സംഘത്തെയാണ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ഒരു സംഘം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു, തിരുവനന്തപുരത്തെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആ തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകും. അതോടൊപ്പം ഇവിടെ ഈ ഒരു ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിശദമായ പരിശോധന ഉണ്ടാവും. സൈബർ പോലീസിന്റെ നേതൃത്വത്തിലാണ് ആ ടീമിൽ ഇപ്പോൾ സൈബർ പോലീസിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് 7 അംഗ സംഘത്തെ രൂപീകരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള കൃത്യമായ ആ രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തും വിശദമായ അന്വേഷണം ഇപ്പോൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അഞ്ചരക്കണ്ണി മെഡിക്കൽ കോളേജിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നതെന്നും പറയേണ്ടി വരും. വലിയ പ്രതിഷേധം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം 7 അംഗ സംഘം അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് വിദ്യാർത്ഥി സംഘടനകൾ ഉടനീളം ഇപ്പോൾ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് ഇന്ന് പകൽ മുഴുവൻ കോളേജിൻ്റെ പരിസരം സാക്ഷ്യമാകും എന്ന കാര്യത്തിലും സംശയമില്ല. ദൃശ്യങ്ങളാണ് കാണുക.